ഒരു മനോഹരമായ വിശുദ്ധ ശബ്ദത്തിൽ ദേവാലയത്തിൽ വചനമായി നിൽക്കുവാനപ്പോൾ സർവശക്തനാണ് ദൈവം അനുഗ്രഹിച്ചത്. അദ്ദേഹത്തെ സ്തുതിക്കുന്നു. ഒരു മനോഹരമായ വിശുദ്ധ ശബ്ദത്തിൻ്റെ മനോഹരമായ ഒരു പാഠം പഠിക്കുവാൻ തക്കണം ദൈവം നമുക്ക് ഓരോരുത്തരെയും അവസരം നൽകി. ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കണം ദൈവം നമുക്ക് ഇടം നൽകിയതാണ്. സ്തോത്രം. വചനം പഠിച്ചതായ മകൻ നിതിൻ മോഹനും ദൈവം നമുക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ തക്കണം ദൈവം അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ലളിതമാകും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതായ വചനം ഇപ്രകാരമാണ്. അവിടെ എന്താണ് വായിച്ചത്? തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ രാത്രിയിൽ നമ്മളൊരു വചനം ചിന്തിച്ചതായി നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനും ഒരു വില കൊടുക്കേണ്ടതുണ്ട്. സദൃശ്യവാക്യം 23-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ നാം കണ്ടത് എന്താണ്? സത്യം വാങ്ങണമെങ്കിൽ നമ്മളൊരു വില കൊടുക്കേണ്ടതുണ്ട്, അല്ലെ? ഒന്നാമതായി സത്യം പുറത്താണ്. അത് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ അത് നമ്മളിലൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നാം ഇന്ന് രാത്രി ചിന്തിച്ചു. ഇങ്ങനെയാണ്: താഴ്മയോടെ സ്വീകരിക്കണം, അനുസരണം വേണം, ക്ഷമാപൂർവ്വം നാം കാത്തിരിക്കേണ്ടതായ 3 കാര്യങ്ങൾ, 3 ജീവിത ശൈലിയെ കുറിച്ച് നാം ചിന്തിച്ചു. എന്നാൽ പണം കൊടുത്താൽ തന്നെയും നമുക്ക് ലഭിക്കാത്തതായ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമുക്ക് തികച്ചും ഫ്രീയായി ലഭിച്ചതായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? ഇവിടെ നാം വായിച്ചു കേട്ടതായ തിരുവചനം എന്താണ് പറയുന്നത്? തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ജീവന് വേണ്ടി നമ്മളൊരു മറുവില കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ ആ ഒരു ജീവന് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് നമ്മുടെ മരണത്തിന് വേണ്ടി ഒരു മറുവില കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയുക, അല്ലെ? എന്നാൽ മനുഷ്യൻ പറയുന്നത് കൊടുക്കാൻ കഴിയും, അല്ലെ? നമ്മളൊക്കെ പറയും, എന്ത് കഴിയും? നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ തന്റെ ജീവന് മറുവിലയായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഈ ലോകം നമുക്ക് കൊടുക്കാമെന്ന് പറയാൻ കഴിയും, അല്ലെ? ഇവിടെ എന്താണ് പറയുന്നത്? 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഈ ലോകത്ത് കൊടുക്കുവാൻ തക്കണം ഒരിക്കലും കഴിയുകയില്ല. ദൈവം നമുക്ക് ജീവൻ നൽകിയത് കൊണ്ട് ആ പ്രതിഫലമായി നമ്മുടെ ജീവന് വേണ്ടി നമുക്ക് ഈ ലോകത്ത് കൊടുക്കുവാൻ തക്കണം ഒരിക്കലും കഴിയുകയില്ല. കാരണം ഈ ലോകം മോഹവും അത് നശിച്ചു പോകും, അല്ലെ? ദൈവം നോഹയിലൂടെ ഒരു ദേശത്തെ നശിപ്പിച്ചു, ഭൂമിയെ നശിപ്പിച്ചുവെങ്കിൽ ഇപ്പോഴുള്ളതായ ഭൂമിയെ ദൈവം എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? നിത്യ അഗ്നിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ഈ ലോകം എന്ത് ചെയ്യും? ഒരിക്കൽ നശിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം മുൻകൂട്ടി നമ്മോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിലുള്ളതായ ഒരു കാര്യവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ പ്രസാദകരമായി ഇരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? എന്നാൽ മനുഷ്യൻ എന്താണ് പറയുന്നത്? നമുക്ക് ഈ ലോകത്തിലുള്ള മോഹങ്ങൾ കൊണ്ട്, അല്ലെ, അതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ കഴിയും. നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതായ സമയത്ത് യേശുക്രിസ്തു അവിടെ നിന്ന് ഉപവസിച്ച് തീർന്നതിന് ശേഷം ഒരു മലയിലോട്ട് പോയി, അല്ലെ? സാത്താൻ അവനെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് പിശാച് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഈ ലോകവും ഇതിലുള്ളതൊക്കെയും ഞാൻ ആർക്ക് തരാം? നിനക്ക് തരാം, അല്ലെ? അപ്പോൾ ഈ ലോകവും മോഹവും ഇതെല്ലാം ആര്
ഇതെല്ലാം പൈശാചിക തന്ത്രത്തിലാണ്, അല്ലെ? അവന്റെ അധീനതയിലാണ് ദൈവം ഇപ്പോഴത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, അവിടെ ജീവിക്കുന്നതായ ഒരു വ്യക്തിയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നാം എപ്രകാരം ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, അല്ലെ? അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, എങ്ങനെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും? ദൈവത്തിന്റെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രകാരം ഒരു നല്ലൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ലോകത്തിന് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രസാദിപ്പിച്ച് നമുക്ക് നിൽക്കാൻ കഴിയില്ല, അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി, നമ്മുടെ ജീവന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? മനുഷ്യൻ പറയുന്നു, എന്ത് കൊടുക്കാൻ കഴിയും? നമുക്ക് കുറെ സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവന്റെ മറുവിലയാകുമെന്ന് നമ്മൾ പറയുന്നു, അല്ലെ? നമ്മൾ കുറെ സമ്പത്ത് നമുക്ക് ദൈവസന്നിധിയിൽ കൊടുത്തു. എനിക്കൊരു 5 ഏക്കർ ഉണ്ടെന്ന് കരുതുക, ഞാൻ 2 ഏക്കർ കൊടുത്ത് ദൈവത്തിന്റെ വേലയ്ക്കായി കൊടുത്തു എന്ന് കരുതുക. ദൈവം ആനയെ വെക്കാൻ വേണ്ടി കൊടുത്തു എന്ന് കണക്കാക്കുക. അത് കൊടുത്തിട്ട് ഞാൻ എന്നെ ദൈവം രക്ഷിക്കും എന്നുള്ള വിശ്വാസം ഞാൻ നിന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുന്നു. സമ്പത്ത് കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല, ദൈവത്തെ വാങ്ങാനും കഴിയുകയില്ല. പക്ഷേ വിശുദ്ധമാകുന്ന ദശാംശങ്ങൾ കൊടുത്തതിനാണ്, അല്ലെ? അത് ദൈവത്തിന് വിശുദ്ധമാണ്. അതൊരിക്കലും നമ്മളതിന് കൈ കിടത്തേണ്ടതല്ല, അത് ദൈവത്തിന് വിശുദ്ധമാണെന്ന് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ കുറെ കാശ് കൊടുത്തിട്ട് നമ്മൾ അത് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ലഭിക്കുകയില്ല. നമ്മുടെ സമ്പാദ്യങ്ങൾ ഒരിക്കലും നമുക്ക് അത് ലഭിക്കുകയില്ലെന്ന് സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇവിടെ എന്താ പറയുന്നത്? ക്രോധ ദിവസത്തിൽ സദൃശ്യവാക്യങ്ങൾ ക്രോധ ദിവസത്തിൽ അപ്പോൾ നിനക്ക് ക്രോധ ദിവസത്തിൽ നിനക്ക് എന്ത് ഉപകരിക്കുന്നില്ല? സമ്പത്ത് ഉപകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകരിച്ചിട്ടുണ്ടോ? ക്രോധ ദിവസത്തിൽ ഉപകരിച്ചിട്ടുണ്ടോ? ഉപകരിച്ചിട്ടില്ല, അല്ലെ? കൊറോണ എന്നൊരു മഹാമാരി നമ്മുടെ ഇടയിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് ജീവിക്കണമെന്ന് കണക്കാക്കിയോ? ഒരിക്കലും നമ്മുടെ സമ്പത്തൊക്കെ അവിടെ ഇരുന്നതേ ഉള്ളൂ. നമുക്ക് സാധനം വിൽക്കാനും വാങ്ങാനും പറ്റുന്നില്ല, വിൽക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധിയിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നേടാൻ തക്കവണ്ണം കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവനെ വാങ്ങാമെന്ന് നമുക്ക് കരുതണം, അല്ലെ? അപ്പോൾ ജീവിത പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കണം? ഇവിടെ സദൃശവാക്യം പറഞ്ഞതുപോലെ ക്രോധ ദിവസത്തിൽ, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ നമ്മുടെ സമ്പത്ത് നമുക്ക് എന്ത് ചെയ്യുകയില്ല, നമുക്ക് ഉപകരിക്കുകയില്ല, അല്ലെ? അപ്പോൾ നമുക്ക് സമ്പത്ത് കൊണ്ടും ഒരിക്കലും ആരെ പ്രീതിപ്പെടുത്താൻ കഴിയുകയില്ല, ദൈവത്തിന് നമുക്ക് സമ്പത്ത് കൊണ്ട് പ്രീതിപ്പെടുത്താൻ തക്കവണ്ണം കഴിയുകയില്ലെന്ന് നമുക്ക് കാണാം. മൂന്നാമതായി, നമുക്ക് നമ്മുടെ ജീവനായി മറുവിലയായി നമുക്ക് ബഹുമാനം കൊടുത്ത് നമുക്ക് ദൈവത്തെ പിടിച്ചു പറ്റാൻ കഴിയുമോ? സങ്കീർത്തനങ്ങൾ 49:12 പറയുന്നത്, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ മനുഷ്യനെ ഏതിനോടാണ് ഉപമപ്പെടുത്തുന്നത്? ഒരു മൃഗത്തിന് തുല്യമാണ്, അല്ലെ? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അപ്രകാരമാണ്. മനുഷ്യൻ അപ്രകാരം ഒരു മൃഗതുല്യനെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അല്ലെ? എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. നമ്മൾ കുറെ ബഹുമാനവും ആദരവും കൊടുത്തത് കൊണ്ട് അവൻ എന്നും നിലനിൽക്കണമെന്നുണ്ടോ? ഒരിക്കലും നിലനിൽക്കില്ല, അല്ലെ? അവൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? അവൻ മരിച്ചു പോകും, അല്ലെ? നമ്മൾ ഓരോ മക്കളും അങ്ങനെയാണ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും എവിടേക്ക് പോകേണ്ടതാണ്? ഈ ഭൂമി വിട്ട് നമ്മളുടെ ആ കർത്തവ്യം ഭൂമിയിൽ തീരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ വേണ്ടവരാണ്, അല്ലെ? അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഒരു രീതിയും കൊണ്ടോ നമ്മുടെ ഒരു ജീവിത വിശുദ്ധി കൊണ്ടോ നമ്മുടെ ഒന്നും കൊണ്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചത്, അല്ലെ? ദൈവം എങ്ങനെയാണ്? യേശു നമുക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മറുവില ഏറ്റവും ആവശ്യമാണ്. വലിയ വലിയ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതുണ്ട്? അതിന്റെ മൂല്യം അനുസരിച്ച് വലിയ ധനം കൊടുക്കേണ്ടതുണ്ട്, അല്ലേ? നമുക്ക് പണമുണ്ടെങ്കിൽ വാങ്ങാൻ കഴിയാത്തതായ അനേക കാര്യങ്ങളുണ്ട്. പണമുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് വാങ്ങാൻ കഴിയുകയില്ല, അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ജീവന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് മനുഷ്യന് ഒരിക്കലും കൊടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവന് വേണ്ടി മറുവില കൊടുത്തതായ ഒരു വ്യക്തിയുണ്ട്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? അവിടെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 45-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? മർക്കോസ് ഇവിടെ പറയുന്നതാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ കാരണം തന്നെ, അല്ലെ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ മരിച്ച ആർക്ക് വേണ്ടിയാണ്? അനേകർക്ക് വേണ്ടിയാണ്, അല്ലെ? ഒരു കൂട്ടം വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, യഹൂദന് വേണ്ടി മാത്രമല്ല, അവൻ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്? അവൻ മറുവിലയായി കൊടുത്തത് കാണുന്നു, അല്ലെ? അപ്പോൾ നമ്മൾ മരിക്കേണ്ടതായ സമയത്തിൽ നമ്മുടെ പാപമുഖാന്തരം നാം മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവിടെ തന്റെ ജീവനെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെ, നമുക്ക് വേണ്ടി സകല മനുഷ്യനും വേണ്ടി അവൻ യാഗമായി തീർന്നത് കൊണ്ട് അവിടെ ആരാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത്? ദൈവം, അല്ലെ? അപ്പോൾ നമുക്ക് മറുവിലയായി കൊടുത്തത് എന്താണ് കൊടുത്തത്? തന്റെ ജീവനാണ് മറുവിലയായി കൊടുത്തത്. ആ ഒരു വലിയ സ്നേഹം, അല്ലെ? ആ ഒരു വലിയ വീണ്ടെടുപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുന്നത് ആരെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ ശവക്കുഴി കാണാതിരിക്കേണ്ടത് നമുക്ക് വീണ്ടെടുപ്പിന്റെ വില. നമ്മൾ ഓരോ മക്കളെയും വീണ്ടെടുത്തത് ഒരു വില കൊടുത്താണ്. നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് ഒരു 100 രൂപ നമ്മളെ കയ്യിൽ കിട്ടുന്നില്ല, അതിന് വലിയ വിലയുണ്ട്, അല്ലേ? എന്നാൽ നമുക്ക് ലോട്ടറി അടിച്ച് ഒരു 100 നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അതിന് വലിയ വില കാണും. നമ്മൾ അതിന് 100 രൂപയ്ക്ക് വലിയ വില കൽപ്പിക്കത്തില്ല, കാരണം ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അല്ലേ? എന്നാൽ ഈ ഇരിക്കുന്ന 100 രൂപയ്ക്ക് അത് വലിയ വിലയുണ്ട്, കാരണം ഞാൻ അത് അധ്വാനിച്ച് ഞാൻ നേടിയെടുത്തതാണ്. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മെ നേടിയത്, അല്ലെ? എങ്ങനെയാണ് നേടിയത്? അവന്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ടാണ്, അവന്റെ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വില അവൻ നേടിയെടുത്തത്. എന്തിനു വേണ്ടി? നമ്മൾ ഓരോരുത്തരോടും കാണിച്ചതായ ആ സ്നേഹം, അല്ലെ? ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവൻ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ബോധ്യം ആർക്ക് വേണം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് 1 പത്രോസ് 1:8 നമുക്ക് വായിക്കാം. അവിടെ എന്താണ് പറയുന്നത്? 1 പത്രോസ് അവിടെ പറയുന്നത് എന്താണ്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കും, അല്ലെ? ഇവിടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നാം അവനെ സ്നേഹിക്കുന്നു. കാരണം നമ്മളെ വീണ്ടെടുത്തവൻ അവനാണെന്നുള്ള വിശ്വാസം, അല്ലെ? അവിടെ പറയുന്നത് എന്താണ്? 1:18. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മനിഷ്ഠ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. 1:18 വായിച്ചത്. 1 പത്രോസ് ഇവിടെ എന്താണ് പറയുന്നത്? വ്യർത്ഥവും പിതൃപാരമ്പര്യങ്ങളും ആയുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നമ്മളെ എങ്ങനെയാണ് വീണ്ടെടുത്തിരിക്കുന്നത്? ഒന്നാമതായി നമ്മൾ വീണ്ടെടുത്തു, അല്ലെ? തന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്തുവെങ്കിലും അനേകർക്ക് വേണ്ടി യേശു മരിച്ചുവെങ്കിലും, രണ്ടാമത് പറയുന്നത് നമ്മുടെ പിതൃപാരമ്പര്യത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അല്ലെ? എന്നാൽ മനുഷ്യൻ പറയുന്നു, നമുക്ക് കുറച്ച് സമ്പത്ത് ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമ്മളെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാമെന്ന് പറയും. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളെ ഞാൻ വീണ്ടെടുത്തത് നിങ്ങളെ പൂർവികർക്ക് ആ ഒരു ഇത് കൊണ്ട് കണക്കാക്കിയല്ല, നിങ്ങളെ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല നിങ്ങൾ വീണ്ടെടുത്തത്. അല്ലെ? പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ വീണ്ടെടുക്കുന്നതായ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കണം, ഒരു ആടിനെ എങ്ങനെ വീണ്ടെടുക്കണം, ഒരു കാളക്കിടാവിനെ എങ്ങനെ വീണ്ടെടുക്കണം, അങ്ങനെ ഓരോ വീണ്ടെടുക്കുന്നതായ നിയമം വരുമ്പോൾ ഓരോന്നും കൊണ്ട് വീണ്ടെടുക്കണം. പക്ഷേ അവിടെ വരുമ്പോൾ കഴുതയെ നമ്മൾ വീണ്ടെടുക്കണമെങ്കിൽ ഒരു കഴുത എന്ന് പറയുമ്പോൾ ഏറ്റവും മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് കഴുത എന്ന് പറയുന്നത്. ആ ഒരു കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ 3-4 പരം കുഞ്ഞാടിനെ കൊടുക്കണം. നല്ല കുഞ്ഞാടിനെ കൊടുത്ത് മാത്രമേ ആ ഒരു കഴുതയെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു നീചമായ ഒരു കഴുതയെ അങ്ങനെ ആരും വിലയേറിയതായ ഒരു കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുക്കാറില്ല. ആരെങ്കിലും അങ്ങനെ വീണ്ടെടുക്കുമോ? ഉപയോഗമില്ലാത്തൊരു വസ്തുവിനെ നമ്മൾ ഒരു 10,000 രൂപ കൊടുത്താലേ വാങ്ങിച്ച് കഴിവെക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ കഴുതയെ കഴുത്തൊടിച്ച് അങ്ങ് കൊല്ലും എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം നിലനിൽക്കെ പാപികളായിരുന്ന നമ്മെ ഓരോരുത്തരെയും നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? എഫെസർ ലേഖനം പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ പാപികളായിരുന്നു, ദൈവത്തോട് നിരക്കാത്തവരായിരുന്നു, നമ്മൾ മറ്റുള്ള രീതികൾ ജീവിച്ചവരായിരുന്നു. അവരെയും ദൈവം തന്റെ സ്വന്തം രക്തത്താൽ വിടുവിച്ചു എന്ന് പറയും. അല്ലെ? അപ്പോൾ നമുക്ക് മറുവിലയായി തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും ആ ഒരു മഹത്വത്തിനല്ല നമ്മൾ വീണ്ടെടുത്തത്. ദൈവം നമ്മെ വീണ്ടെടുത്തത് സ്വർണമോ വെള്ളിയോ ഒന്നും കൊണ്ടല്ല വീണ്ടെടുത്തത്. അവൻ തന്റെ ക്രിസ്തു എന്ന നിർദോഷമായ നിർദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അല്ലെ? അപ്പോൾ ആ കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി യാഗമായത്. അല്ലേ? അവിടെ പഴയ നേരത്തിൽ നാം നോക്കിയതുപോലെ അല്ലേ ആ കഴുതക്കിടാവ് അല്ലേ വീണ്ടെടുത്തോണ്ടപ്പോഴാണ് ഒരു കുഞ്ഞാടിന് കഴിയാതെ പോയെങ്കിൽ ഇവിടെ ഈ പാപികളായ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടെ കാൽവരിയിൽ നിന്നും ആ കുഞ്ഞാട് വന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുക, ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് നമ്മെ എത്തിച്ചിരിക്കുന്നത്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ വീണ്ടെടുത്തതായ ആ സൗജന്യമായി ലഭിച്ചതായ രക്ഷ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അലക്ഷ്യമായി കളയാൻ പാടില്ല. അല്ലെ? ദൈവം എന്നെ ഫ്രീയായി രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം പിന്നെയും നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. ഒരിക്കലും നശിച്ച് കളയേണ്ടവരല്ല. അല്ലെ? ദൈവത്തിന് നമ്മൾ ഏറ്റവും വിലയേറിയവരാണ്. കാരണം അവന്റെ രക്തം കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അവൻ സ്വർഗത്തിൽ പോയി പക്ഷപാതം ചെയ്യുക എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതായ ആ തെറ്റിന് വേണ്ടി, നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപമെന്ന അല്ലെ ആ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ മുമ്പാകെ അവൻ കുറച്ച് ദിവസം കൂടി ജീവിക്കട്ടെ, അവൻ നല്ല പ്രവൃത്തികൾ ചെയ്യും, അവൻ ഇനിയും മടങ്ങി വരുമ്പോൾ ഒരു വിശ്വാസത്തോടു കൂടി മനുഷ്യന്റെ വില അത്രയ്ക്കും വലുതാണ്. അത് നമ്മെ വീണ്ടെടുത്തത് അത്രയ്ക്ക് വലിയൊരു രക്തം കൊടുത്താണ് അവൻ വീണ്ടെടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെ? നമുക്ക് എഫെസർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്? എഫെസർ ഇവിടെ പറയുന്നതാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ മരിച്ചവരായിരുന്നു. അല്ലേ? നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത്? നമ്മൾ അതിക്രമങ്ങളും പാപങ്ങളുമായി നാം മരിച്ചവരായിരുന്നു. നമ്മെ എങ്ങനെയാണ് ദൈവം രക്ഷിച്ചത്? വായിക്കാം. നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അല്ലെ? നമ്മൾ ഓരോരുത്തരും അവൻ എന്ത് ചെയ്തു? അവൻ ഉയർപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ ഉയർപ്പിച്ചത് എന്ന് താഴോട്ട് വായിക്കാം. അധികാരത്തിലും ആത്മാവിനും നടന്നു നടന്നു ചെയ്തു പോന്നു. ഇവിടെ എന്താണ് പറയുന്നത്? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച. അല്ലേ? ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ആ വലിയ സ്നേഹമാണ്.
കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, അല്ലെ, ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ വിലക്കി വാങ്ങാൻ കഴിയാത്തതെന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് അത്രയ്ക്കും വിലയേറിയതായതുകൊണ്ട്, നമ്മുടെ പണമോ പ്രതാപമോ ഒന്നും കൊണ്ട് മനുഷ്യന് വീണ്ടെടുക്കാൻ കഴിയാത്തതായ സമയത്തിൽ തന്റെ സ്വന്തം ജീവൻ കൊണ്ട് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്, അല്ലെ. ആ ഒരു സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്നത്, അല്ലെ. അഗാധമായ സ്നേഹം, മനുഷ്യന്റെ ജീവൻ കൊടുത്ത സ്നേഹം എന്ന് പറയുന്നത്, ആ ഒരു സ്നേഹം കാൽവരിയിൽ നൽകിയത് കൊണ്ടാണ് ഈ പാപത്തിലായിരുന്ന നമ്മെയും അവർ സ്നേഹിച്ചത്. ആ സ്നേഹത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നാം പോകേണ്ടതുണ്ടോ? നാം ഒരിക്കലും പോകേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയാത്തതായ ആ വലിയ വില കൊടുത്ത് നമ്മെ വാങ്ങിച്ചത് ആ ദൈവമെന്നുള്ള ബോധ്യത്തോടു കൂടി നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ആ ബോധ്യത്തോടു കൂടിയായിരിക്കും, അല്ലെ. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ ഒരു നിത്യ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ദിവസം മാറട്ടെ.